കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ ഒരു കംപ്ലീറ്റ് ബാക്കപ്പ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അതിനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഞാനിവിടെ iSkySoft വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് iSkySoft iTransfer എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ലഭിക്കും. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിന്റെ കംപ്ലീറ്റ് ബാക്കപ്പ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കപ്പ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, ഫോൺ ടു ഫോൺ ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും, ഫയലുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം, മെസ്സേജ് സെൻഡ് ചെയ്യാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇത് ആൻഡ്രോയിഡിനും iOS-നും സപ്പോർട്ടഡ് ആയിട്ടുള്ള ഫോൺ മാനേജിംഗ് ആപ്ലിക്കേഷനാണ്. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ട്രയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് 1 MB ഉള്ള ഒരു ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ എന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒന്ന് ഇത് ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ഫോണിലെ ഡേറ്റയാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ ഫോൺ നിങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യണം. ഞാനിവിടെ ഒരു ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. നോക്കുക, ഞാനിവിടെ എൻ്റെ ഫോണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു. ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഡേറ്റ ഡീബഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. നോക്കുക, ഞാൻ എൻ്റെ ഫോണിൽ ഡേറ്റ ഡീബഗിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോൺ ഇവിടെ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അലോ USB ഡീബഗിംഗ്. എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എൻ്റെ മൊബൈൽ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാണാൻ സാധിക്കും സാംസങ് SM750. ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ ലഭിക്കും. ഇതിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 2 ഓപ്ഷനുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ബാക്കപ്പ് ഫോട്ടോ ടു PC, ഫോൺ ടു ഫോൺ ട്രാൻസ്ഫർ. ബാക്കപ്പ് ഫോട്ടോസ് ടു PC എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ട്രയൽ വേർഷൻ ആണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ട്രയൽ വേർഷനിൽ ചില പരിമിതികളൊക്കെ ഉണ്ട്, നിങ്ങളുടെ കാണാൻ സാധിക്കും. അതിനുശേഷം കണ്ടിന്യൂ ട്രയൽ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകൾ എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇവിടെ കാണാൻ സാധിക്കും ഒരു ന്യൂ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയി. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, എക്സ്പോർട്ട് സക്സസ്ഫുള്ളി, അതായത് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫോൾഡർ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഇവിടെ ഒരു ക്യാമറ എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിലേക്കാണ് ഈ ഫോട്ടോസൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ആക്കുന്നില്ല ഈ ഫോൾഡർ. ഓക്കെ, ഇനി നമുക്ക് ഫോൺ ടു ഫോൺ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഫോൺ ടു ഫോൺ ട്രാൻസ്ഫർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏത് ഫോണിൽ നിന്നും ഏത് ഫോണിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഫോൺ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കണക്ട് ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനൊരു മറ്റൊരു ഫോണോട് ഇതിൽ കണക്ട് ചെയ്യുകയാണ്. ഇവിടെ മറ്റൊരു ഡിവൈസൂടെ കണക്ട് ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇതിലും ഡേറ്റ ഡീബഗിംഗ് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള സ്റ്റെപ്പുകൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിലും ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ഫയലുകൾ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഈ കാര്യമൊക്കെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായമില്ലാതെയും ചെയ്യാൻ സാധിക്കും. എന്നാൽ ഒരുപാട് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഫോൺ ടു ഫോൺ ട്രാൻസ്ഫർ iSkySoft എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. 2 ഫോണുകളും കണക്ട് ചെയ്യുക. അതിനുശേഷം ഇതിലെ ഇൻസ്ട്രക്ഷൻസ് കാണിക്കും, അതിനനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഹോം സ്ക്രീനിൽ ഇത്രയും കാര്യങ്ങളാണ് ലഭിക്കുക. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. മ്യൂസിക് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോണിലുള്ള മ്യൂസിക് ഫയലുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കുക, എത്ര മ്യൂസിക് ഫയലുകളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വ്യൂവിൽ ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ലിസ്റ്റ് വ്യൂ മാറ്റാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ ഫയലുകളും ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതേപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കപ്പ് എടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫയലുകളും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. എക്സ്പോർട്ട് ടു PC എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുമ്പ് ഞാൻ കാണിച്ചതുപോലെ മേക്ക് ന്യൂ ഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഫയലുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഫയലുകളൊക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ ഫയലുകളായിട്ട് ഡിലീറ്റ് ചെയ്യാം. റീഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയും അടുത്ത ഓപ്ഷനിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഞാനിവിടെ വീഡിയോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. നോക്കുക,
ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ വ്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ വ്യൂ ചേഞ്ച് ചെയ്യാം. ഫയലുകൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഫയലുകൾ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതിനുശേഷം ഫയലുകൾ സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ചെയ്യാം, റീഫ്രഷ് ചെയ്യാം. ഇത് ഈ കാണുന്ന എല്ലാ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫോട്ടോസ് എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നോക്കുക, നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ ലഭിക്കും. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബാക്കപ്പ് ചെയ്യാം. അതിനുശേഷം ഇൻഫർമേഷൻ എന്നുള്ളതിൽ നിങ്ങളുടെ ഫോണിൽ ഉള്ള കോൺടാക്ട്സ് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ബാക്കപ്പ് ചെയ്യാം. അതിനുശേഷം ആപ്സ് എന്നുള്ളതിൽ നിന്നും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ എക്സ്പ്ലോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഫയൽ മാനേജർ ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ടൂൾ ബോക്സിൽ ഇവിടെ നമ്മൾ ആദ്യം ഹോം പേജിൽ കണ്ട സെയിം ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ ലഭിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് വൺ ക്ലിക്ക് റൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും വൺ ക്ലിക്ക് റൂട്ടിൽ ചെയ്യാൻ സാധിക്കും. എന്തായാലും ഞാനിത് ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. ഒരു നല്ല ആപ്ലിക്കേഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ആപ്ലിക്കേഷൻ ഇല്ലാതെയും നമ്മളുടെ ഫോണിലുള്ള ഫയലുകൾ ബാക്കപ്പ് ചെയ്യാനും അല്ലെങ്കിൽ കോപ്പി ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ